ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിനിഷ നോബിൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ, നമ്മളിപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് ബേപ്പൂരിലേക്കാണ് കേട്ടോ. ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിലോട്ടാണ് നമ്മൾ പോകാൻ പോണത് കേട്ടോ. ഗൈസ് കണ്ടില്ലേ, ഫുള്ള് ലൈറ്റായിട്ട് നമ്മളെ കണ്ണൊക്കെ എന്താ പറയുക വിസ്മയിപ്പിക്കുന്ന നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നൈറ്റാണ് പോണത്. അപ്പോൾ നൈറ്റ് പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ആകാശത്ത് വിസ്മയം തീർക്കുന്ന ഒരു അടിപൊളി ഡ്രോൺ ലൈറ്റ് ഷോ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൈറ്റ് പോണത്. അപ്പോൾ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടോ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക തിരിയാൻ കൂടി സ്ഥലം ഉണ്ടാവില്ല. അത്രയും ജനങ്ങളാണ് കേട്ടോ, ഒരുപാട് ജനങ്ങളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളങ്ങനെ കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈം ആവാറായിട്ടോ, 8:30 കേട്ടോ ഷോ തുടങ്ങുക. ഡ്രോൺ ലൈറ്റ് ഷോ തുടങ്ങുന്നത് 8:30. നമ്മൾ 8:25 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പക്ഷേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം ബ്ലോക്കിൽ വിട്ടു കേട്ടോ. ഇങ്ങോട്ടേക്കുള്ള തിരക്കാണ് കേട്ടോ, അത്രയും ജനങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൊറോണ ഒക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ജനങ്ങളെ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നല്ല എന്താ പറയുക, ആദ്യമായിട്ടാണ് കൊറോണ വന്നതിന് ശേഷം ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കാണുന്നത്. അത് ഈ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിലാണ് കേട്ടോ നമ്മൾ കാണുന്നത്. എന്താ പറയുക, ഒരുപാട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു. കാരണം ഇത്രയും സംഭവങ്ങളൊന്നും എന്താ പറയുക ലൈഫിൽ നല്ലൊരു എന്താ പറയുക എന്തായാലും അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പടക്കങ്ങളൊക്കെ പൊട്ടി നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ടൈമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് 8:30 നമുക്ക് എന്താ പറയുക ഡ്രോൺ ലൈറ്റ് ഷോ തുടങ്ങും. പിന്നെ ഫുഡ് ഫെസ്റ്റും പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടെ. അപ്പോൾ നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. വാട്ടർ ഫെസ്റ്റ് 2023 അങ്ങനെ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന. പടക്കങ്ങൾ ഇതാ പൊട്ടിച്ചെതിറുന്നുണ്ട്. ഇവമോൾ ഇതാട്ടോ അവിടെ നിധുവിൻ്റെ ഒപ്പം ഉണ്ട്. നിധു എടുത്തിട്ടുണ്ട്, ഇത് അവളെ കൊണ്ട് നടക്കുന്നുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ, ചെറിയമ്മയും ചെറിയച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഷോ ഓൾമോസ്റ്റ് തുടങ്ങി കഴിഞ്ഞു കേട്ടോ ഗായ്സ്. അപ്പോൾ അതാ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കിട്ടിയ സ്ഥലത്തുനിന്ന് എടുക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് കിട്ടിയായിരുന്നു. അപ്പം ഇനി നമുക്ക് ഈ ഒരു ആകാശത്ത് വിസ്മയം തീർക്കുന്ന ഈ ഒരു ഡ്രോൺ ലൈറ്റ് ഷോ നമുക്ക് കാണാം കേട്ടോ ഗായ്സ്.
അങ്ങനെ തൊട്ട് ഈ ഒരു ആകാശത്തുള്ള നമ്മുടെ ഈ ഒരു ഡ്രോൺ ലൈറ്റ് ഷോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഇനി ഗാനമേള ഉണ്ട് കേട്ടോ. നമ്മൾ ആര്യ ദയാൽ അതുപോലെ തന്നെ സച്ചിൻ വാര്യ രണ്ടുപേരുടെയും ഗാനമേള ഉണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ അതൊരു ബിഗ് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയും ആൾക്കാരുള്ള കാരണം തന്നെ എന്താ പറയുക, സ്ക്രീനൊക്കെ വെച്ചിട്ട് ഇവിടെ അതിൻ്റെ സ്റ്റേജ് അവിടെ കുറച്ചും കൂടി അപ്പുറത്താണ് കേട്ടോ. അപ്പം നമുക്ക് പോയി നോക്കാം കേട്ടോ ഇനി അങ്ങോട്ട്. നല്ല സ്ഥലം ഉണ്ടോ അവിടെ ജനങ്ങൾ ഇങ്ങോട്ട് അതൊന്ന് സ്റ്റേജ് അവിടെ നമുക്ക് ക്ലാസ് ചെയ്ത് തുടങ്ങിയാലോ? അവിടെ കടലുണ്ട്. youngest musicians out there.
കേട്ടോ. നമ്മൾ കുറച്ചു നേരം ഗാനമേളയും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പതാ സമയം ഒരു 9:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 9:30 9:45 അത്രയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 10 മണി വരെ ഉള്ളു തോന്നുന്നുണ്ട് കേട്ടോ ഗാനമേള. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അങ്ങനെ ഇനി ഒരുപാട് നേരം നിന്നിട്ടുണ്ടെങ്കിൽ അത്രയും തിരക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് മറ്റേ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇനി അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിന്നൊക്കെ അതാ ആൾക്കാരെന്നൊക്കെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. അത്രയും തിരക്കാണ് കേട്ടോ ഗായ്സ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്കിനി ഫുഡ് ഫെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പോയി കാണാം കേട്ടോ.
അങ്ങനെ കേട്ടോ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാണ്ടോ ഗായ്സ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എന്നാലേ ഫ്യൂച്ചറിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ബായ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ.